നമസ്കാരം. അപ്പോൾ നമുക്കറിയാം, സേനാധിപതി ആര്യാക്ഷൻ്റെ നേതൃത്വത്തിൽ ദൃക്കാമതിപുരി സേതാഗിരിയെ ആക്രമിക്കാൻ പോവുകയാണ്. പടപ്പുറപ്പാടിന് മുമ്പായിട്ട് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. മുതിർന്നവരിൽ നിന്നും അനുഗ്രഹം മേടിക്കുന്നത് മുതൽ കുലദേവതാ പൂജ വരെ ഇതിൽ പെടുന്നതാണ്. ഇത്തരം ചടങ്ങുകൾക്കെല്ലാം ശേഷം ആര്യാക്ഷൻ അന്തിമ നിർദ്ദേശങ്ങൾ വാങ്ങുന്നതിനായി രാജഗുരുവിനെ കാണുവാനെത്തി. ദൃക്കാമതിപുരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ രാജാവിനെ പോലെ പ്രധാനിയാണ് രാജഗുരു. നേരിട്ട് കൽപ്പനകളൊന്നും നൽകാനുള്ള അധികാരമില്ലെങ്കിലും പലപ്പോഴും രാജഗുരു നൽകുന്ന ഉപദേശം തന്നെയാണ് രാജാവ് അന്തിമ തീരുമാനമായിട്ട് സ്വീകരിക്കാറുള്ളത്. ഇതിലെല്ലാം ഉപരിയായി യുദ്ധ സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വാങ്ങുന്നതിനായിട്ടാണ് ഇപ്പോൾ ആര്യാക്ഷൻ രാജഗുരുവിനെ കാണാൻ എത്തിയിരിക്കുന്നത്. സാധാരണ ഇത്തരം യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഒരു ചിരിച്ച മുഖത്തോടു കൂടിയായിരുന്നു രാജഗുരു നേരിടാറുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ചിരിയില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഇതേപ്പറ്റി ആര്യാക്ഷൻ രാജഗുരുവിനോട് ചോദിക്കുകയും ചെയ്തു. അല്പം ആശങ്കയോടുകൂടിയാണ് രാജഗുരു അതിന് മറുപടി നൽകിയത്. നമ്മൾ ഇതിനു മുമ്പും പല യുദ്ധാന്തരീക്ഷങ്ങളും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ദൃക്കാമതിപുരിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നത്. നമ്മെ ആക്രമിക്കുമ്പോൾ നാം നടത്തുന്നത് ചെറുത്തുനിൽപ്പാണ്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ മണ്ണിൽ നമുക്കെപ്പോഴും മേൽക്കോയ്മ ഉണ്ടാകും. കാരണം ഇവിടുത്തെ മലകളും കാടുകളും നദികളുമെല്ലാം നമുക്ക് സുപരിചിതമാണ്. കാലാവസ്ഥയോടും ഭൂപ്രകൃതിയോടും ലയിച്ച് എങ്ങനെ ആക്രമിക്കണമെന്നും എങ്ങനെ ചെറുത്തു നിൽക്കണമെന്നും നമുക്കറിയാം. എന്നാൽ മറ്റൊരിടത്ത് ഇത്തരം ആനുകൂല്യങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല. മറിച്ച് അവർക്കതുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ യുക്തിപരമായി ആലോചിച്ച് മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാവൂ. അതുപോലെ തന്നെ നമ്മുടെ യുവരാജാവ് ഇപ്പോൾ അവരുടെ ബന്ധനത്തിലാണ്. അവൻ്റെ ആയുസ്സിന് വില പറയുന്ന യാതൊരു പ്രവൃത്തികളും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. രാജഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യാക്ഷൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേട്ടുനിന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ആര്യാക്ഷന് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. അത് ആര്യാക്ഷൻ രാജഗുരുവിനോട് പറയുകയും ചെയ്തു. രാജഗുരു, അങ്ങിങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സേതാഗിരിയെക്കുറിച്ച് ചാരന്മാർ വഴി എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെടുന്നത്. സേതാഗിരി ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ഭാമിനി നദിയുടെ നടുവിൽ നിലകൊള്ളുന്ന 150 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ദ്വീപ്. വ്യവസായമാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ആ ദ്വീപിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നത്. പിന്നീട് 2 മാസക്കാലം അത് തുറന്നു തന്നെ കിടക്കും. ആ ദ്വീപിൽ മാത്രം ലഭ്യമാകുന്ന ചില പ്രത്യേകതരം കായ്കനികളും ധാന്യങ്ങളുമുണ്ട്. അതാണ് അവരുടെ പ്രധാന കച്ചവട ദ്രവ്യം. പിന്നെ വസ്ത്രവ്യാപാരം. അവിടുത്തെ ഒരു പ്രത്യേക ഇനം സസ്യത്തിൻ്റെ തോലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന നൂലുപയോഗിച്ച് നെയ്യുന്ന വസ്ത്രങ്ങൾ. അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി ആവശ്യക്കാരാണ് ഈ 2 മാസക്കാലത്തെ കച്ചവട സമയത്ത് ഇവിടെ എത്തുന്നത്. ഇതേ നെയ്ത്തിൻ്റെ രഹസ്യം തേടിയാണല്ലോ നമ്മുടെ രാജകുമാരനും ഇവിടെ നിന്നും പുറപ്പെട്ടു പോയത്. അങ്ങനെ ആയിരിക്കണം അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയത്. എന്നാൽ ഇപ്പോൾ ആ കവാടം അടഞ്ഞു കിടക്കുകയാണ്. ഇനി 1 വർഷക്കാലത്തേക്ക് ആ ദ്വീപിന് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ തന്നെ ഒരു സമാധാന ചർച്ചയ്ക്ക് നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. തന്നെയുമല്ല, അതിനുള്ള സമയം നമുക്കില്ലതാനും. എത്രയും വേഗം രാജകുമാരനെ നമുക്ക് മോചിപ്പിക്കണം. ഇനി സേനാബലത്തിൻ്റെയും ആയുധബലത്തിൻ്റെയും കാര്യത്തിലേക്ക് വന്നാൽ അവർ ഒരു വ്യവസായ ഗ്രാമം പോലെയാണ്. അവർക്ക് ശക്തമായ ആയുധബലമോ സേനാബലമോ ഇല്ല. അതിനാൽ തന്നെ അവരെ കീഴടക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ്. ഇത് കേട്ടതും രാജഗുരു പെട്ടെന്ന് തന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, ആരെയും നിസ്സാരമായി കാണരുത്. സേനാബലം മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ കരുത്തിനെ അളക്കാനുള്ള മാനദണ്ഡം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണല്ലോ നമ്മുടെ സാമ്രാജ്യം. പക്ഷേ ഇത് കേട്ട ആര്യാക്ഷന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാജഗുരുവിനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ആ ചെറിയ രാജ്യത്തിന് നമ്മുടെ സാമ്രാജ്യവുമായി താരതമ്യം ചെയ്യുന്നത്? നമ്മുടെ സേനാബലത്തിനും കരുത്തിനും മുന്നിൽ അവർ വെറും കീടങ്ങളാണ്. അങ്ങ് ധൈര്യമായി ഇരുന്നാലും ഞാൻ തീർച്ചയായും നമ്മുടെ യുവരാജാവിനെ കൊണ്ട് ഇവിടേക്ക് തിരികെ വരികയുള്ളൂ. ഒരു ചെറു ചിരിയോടെ രാജഗുരു ആര്യാക്ഷന് പോകുവാനുള്ള അന്തിമ അനുമതി നൽകി. ഒരിക്കൽ കൂടി അദ്ദേഹം
ആര്യാക്ഷനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പഠിച്ച ശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക. ഒരു കാരണവശാലും നിന്റെ സേനാബലത്തിനെ മുഴുവൻ ഒരുമിച്ച് അവർക്കെതിരെ ഉപയോഗിക്കരുത്. അതിനെ ഭാഗമായി വിഭജിച്ച ശേഷം യുക്തിപരമായി പരീക്ഷിച്ചറിഞ്ഞ് മാത്രം മുന്നേറുക. വിജയം ഭവിക്കട്ടെ. അങ്ങനെ ആര്യാക്ഷൻ തൻ്റെ സേനയുമായി പടപ്പുറപ്പാട് ആരംഭിച്ചു. വെൽക്കം ടു ഫൈൻ സ്റ്റോറി. അങ്ങനെ സേനാധിപതി ആര്യാക്ഷൻ ഒരു വലിയ സൈന്യവുമായിട്ട് സേതാഗിരി ലക്ഷ്യമാക്കി മുന്നേറാൻ തുടങ്ങി. ദൃക്കാമതിപുരിയുടെ സൈനിക ബലത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ സേതാഗിരി ലക്ഷ്യമാക്കി മുന്നേറുന്നത്. ഇത്രയും ചെറിയൊരു സൈന്യവുമായിട്ട് ആര്യാക്ഷൻ പോകുന്നതിന് ഒരു കാരണമുണ്ട്. സേതാഗിരിക്ക് മുകളിൽ തങ്ങളുടെ മേൽക്കോയ്മയിൽ ആര്യാക്ഷന് അത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു. ഏതാണ്ട് 10,000-ഓളം വരുന്ന സൈനികരാണ് അദ്ദേഹത്തിൻ്റെ കാലാൾ പടയിൽ ഉള്ളത്. 4,000-ഓളം പോകുന്ന കുതിരപ്പടയും ഏതാണ്ട് 50-ഓളം വരുന്ന ആനകളടങ്ങുന്ന ഒരു ആനപ്പടയുമാണ് അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഒരു ദ്വീപ് രാഷ്ട്രത്തെ ആക്രമിക്കാൻ ആനകളുമായി പോകുന്നത് ശരിക്കും അനിവാര്യമല്ല എന്ന് ആര്യാക്ഷന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് ശരിക്കും അവരുടെ യാത്രയെപ്പോലും മന്ദഗതിയിലാക്കും. അതിനാലാണ് കേവലം 50 ആനകളെ മാത്രം അദ്ദേഹം കൂടെ കൂട്ടിയത്. അതും ആനപ്പട സാവകാശം അവരെ പിന്തുടർന്ന് എത്തിയാൽ മതി എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിലെല്ലാം ഉപരി ഏതാണ്ട് 100ഓളം ചെറുതും വലുതുമായ വള്ളങ്ങളാണ് പടയാളികൾ വലിച്ചു കൊണ്ടുവരുന്നത്. മാത്രമല്ല കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കുറച്ചുകൂടി വലിപ്പമുള്ള വള്ളങ്ങൾ വലിച്ചുകൊണ്ട് വരിക എന്ന മറ്റൊരു കർത്തവ്യം കൂടി ആനപ്പടയെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ഒരു ജല പോരാട്ടത്തിന് വേണ്ട എല്ലാ മുൻകരുതലുകളോടും കൂടിയാണ് ഇവർ ഇവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട യാത്രയാണ്. ഈ പുറപ്പെട്ടിരിക്കുന്ന എല്ലാ സൈനികർക്കും കുതിരകൾക്കും ആനകൾക്കും വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം കൂടെ കരുതണം. ഇത്തരത്തിൽ ചിലവും സമയവും കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആര്യാക്ഷൻ സൈനിക ബലം തീരെ കുറയ്ക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ പോകുന്നതിൻ്റെ പകുതി സൈന്യത്തിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊരു യുദ്ധമാണ്. ഒരിക്കലും ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകരുതലോടുകൂടി തന്നെ അദ്ദേഹം പുറപ്പെട്ടത്. അങ്ങനെ ഏതാണ്ട് 45 ദിവസത്തോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം സേതാഗിരിക്ക് മുന്നിൽ എത്തിച്ചേർന്നു. ശരിക്കും സേതാഗിരി മുന്നിൽ കണ്ട ആര്യാക്ഷനും സൈനികരും ഞെട്ടിപ്പോയി. അവർ മനസ്സിൽ കരുതിയിൽ നിന്നും എത്രയോ വ്യത്യാസമാണ് സേതാഗിരി. ഭാമിനി നദിയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗത്താണ് ഈ ദ്വീപ് നിലകൊള്ളുന്നത്. മാത്രമല്ല നദിക്ക് അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട്. ഏതാണ്ട് 150 അടി ഉയരത്തിൽ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. പാറയുടെ താഴെ കണ്ടൽ കാടുകളുടെ ഒരു നിരയും കാണാം. മുകളിൽ എന്താണെന്ന് ഒട്ടും തന്നെ കാഴ്ച കിട്ടുന്നതേയില്ല. താഴെ നദീതീരത്ത് അടഞ്ഞു കിടക്കുന്ന ഒരു വലിയ കവാടം മാത്രം. അവിടെ നിന്നും മുകളിലേക്ക് ഉയർന്നു പോകുന്ന വിശാലമായ പടികളും കാണാം. പക്ഷേ ഒരു കാവൽക്കാരനെ പോലും ആ കവാടത്തിന് മുന്നിൽ കാണാനില്ല. ഈ ദ്വീപിൽ ജനവാസമുണ്ടോ എന്ന് പോലും സംശയം തോന്നും വിധം വിജനമായി കിടക്കുകയാണ് ആ ദ്വീപ്. ശരിക്കും ഇനി എങ്ങനെയാണ് ആക്രമണം നടത്തേണ്ടതെന്ന കാര്യത്തിൽ ആര്യാക്ഷന് ഒരു വ്യക്തത കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇവരവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭാമിനി നദിയിൽ സേതാഗിരിയുടെ വലിയ ഒരു നാവികപ്പട ഇവരെ കാത്ത് കിടക്കുന്നുണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് അവരെ തോപ്പിച്ച് മുന്നേറാമായിരുന്നു. എന്നാൽ ഇവിടെ നാവികസേന പോയിട്ട് ഒരു പടയാളിയെ പോലും അവരാരും കണ്ടതേയില്ല. ഇനി എങ്ങനെയാണ് ആക്രമിക്കേണ്ടത്? അവരാരും ഇങ്ങോട്ട് ഒരു ചെറുത്തുനിൽപ്പിന് തയ്യാറാവാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് കടന്നാക്രമിക്കുക മാത്രമാണ് മാർഗം. പക്ഷേ 150 അടിയോളം ഉയർന്നു നിൽക്കുന്ന ഈ പാറക്കെട്ടുകളിലൂടെ മുകളിലേക്ക് കയറണം. ഇത്രയും വലിയ സേനയുമായി എങ്ങനെയാണ് ഈ പാറക്കെട്ടുകളിലൂടെ മുകളിലേക്ക് കടക്കുക? ആര്യാക്ഷൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്തായാലും ചിന്തിച്ച് നിന്നിട്ട് കാര്യമില്ല. യുക്തിപരമായി എന്തെങ്കിലും തീരുമാനമെടുക്കണം. ഇനിയും താമസിച്ചാൽ അത് തന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന സൈനികരുടെ ആത്മവിശ്വാസത്തെ പോലും തകർക്കുന്നതാകും. അതുകൊണ്ട് തന്നെ ആര്യാക്ഷൻ ഒരു തീരുമാനത്തിലെത്തി. 2 വള്ളങ്ങളിലായിട്ട് 10ഓളം സൈനികർ ആദ്യം അങ്ങോട്ടേക്ക് തുഴഞ്ഞു പോകട്ടെ. അവർ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരികെ വരട്ടെ. ഇതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള തീരുമാനം. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത്തരത്തിൽ 2 വള്ളത്തിലായിട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ
എന്തെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ തീരുമാനിച്ചത്. അങ്ങനെ ആര്യാക്ഷൻ്റെ നിർദ്ദേശപ്രകാരം 10ഓളം ഭടന്മാർ 2 വള്ളങ്ങളിലായിട്ട് ഭാമിനി നദിയിലേക്ക് മെല്ലെ ഇറങ്ങി തുഴയാൻ തുടങ്ങി. ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാ സൈനികരും ഇവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അവർ മെല്ലെ നദിക്ക് കുറുകെ തുഴയുവാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെന്നതോടെയാണ് അവിടെ ഒളിഞ്ഞിരുന്ന അപകടം അവർ തിരിച്ചറിഞ്ഞത്. തങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് നദിയുടെ ഒഴുക്കിൻ്റെ ശക്തി. അവർ എത്ര ശ്രമിച്ചിട്ടും ആ ഒഴുക്കിനെ കീറിമുറിച്ച് മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓരോ വള്ളത്തിലെയും 5 ഭടന്മാരും ഒരുപോലെ ശ്രമിച്ചു നോക്കി. എന്നിട്ടും അവർക്ക് തങ്ങളുടെ വള്ളത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നദിയുടെ ഒഴുക്കിൻ്റെ ഗതിയിൽ വള്ളം നീങ്ങാൻ തുടങ്ങി. നിവർത്തികെട്ട സൈനികർ വള്ളത്തിൽ നിന്നും എടുത്ത് നദിയിലേക്ക് ചാടി തിരിഞ്ഞ് നീന്താൻ തുടങ്ങി. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അവർ നന്നേ ബുദ്ധിമുട്ടി. കേവലം 2 പേർ മാത്രമാണ് ഈ നദിയിൽ നിന്നും കരയിലേക്ക് തിരികെ നീന്തി കയറിയത്. അതും ഇവിടെ നിന്നെല്ലാം ഒരുപാട് ദൂരെയായി ഏതോ ഭാഗത്ത് മാത്രമാണ് ഇവർക്ക് ചെന്ന് നീന്തി കര കയറാൻ കഴിഞ്ഞത്. ബാക്കി 8 പേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഒരു വ്യക്തതയുമില്ല. ഒരു നടുക്കത്തോടെയാണ് ആര്യാക്ഷനും അദ്ദേഹത്തിൻ്റെ ബാക്കി സൈനികരും ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നിന്നത്. അക്ഷരാർത്ഥത്തിൽ ആര്യാക്ഷൻ ശരിക്കും ഭയപ്പെട്ടു. രാജഗുരു പറഞ്ഞത് ശരിയാണ്. ഒരു രാജ്യത്തിൻ്റെ സൈനിക ബലം നോക്കി മാത്രമല്ല നാം ആ രാജ്യത്തിൻ്റെ കരുത്തിനെ അളക്കേണ്ടത്. അതിലും എത്രയോ മുകളിലാണ് പ്രകൃതി ഒരുക്കുന്ന കവചം. ഇനി എന്ത് ചെയ്യും? ആര്യാക്ഷൻ ചിന്താകുലനായി. ഈ യുദ്ധം ജയിക്കുക എന്നത് ഇപ്പോൾ രാജകുമാരനെ രക്ഷിക്കുക എന്ന ദൗത്യത്തിലുപരി ദൃക്കാമതിപുരിയുടെ അഭിമാനം സംരക്ഷിക്കേണ്ട കാര്യമായി മാറിയിരിക്കുന്നു. കാരണം ഈ യുദ്ധം വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ദൃക്കാമതിപുരിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പരാജയമായിരിക്കും. അതും കേവലമായ ഒരു ചെറിയ രാജ്യത്തിനു മുന്നിൽ. എന്ത് വില കൊടുത്തു ഈ യുദ്ധം വിജയമാക്കി മാറ്റാൻ ആര്യാക്ഷൻ തലപുകഞ്ഞ് ആലോചിച്ചു. ആര്യാക്ഷൻ എന്ത് തന്ത്രമായിരിക്കും ഇനി പ്രയോഗിക്കാൻ പോകുന്നത്? അദ്ദേഹം ഒരിക്കലും ഒരു നിസ്സാരക്കാരനല്ല. വളരെ ബുദ്ധിമാനായ ഒരു സേനാ നായകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനു മുമ്പുണ്ടായ 4 യുദ്ധങ്ങളും ദൃക്കാമതിപുരി വിജയിച്ചത്. ആ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ സൈനികർക്ക് എല്ലാവർക്കും ഉണ്ട് താനും. പക്ഷേ ഇവിടെ ഈ ഭൂപ്രകൃതി ആര്യാക്ഷൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നമുക്ക് കണ്ടറിയാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഫൈൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീ യു അഗെയിൻ.